അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ്. ഇന്ന് അങ്ങയുടെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിതപ്രസവം ലോകായികമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവിക കാര്യങ്ങൾ സത്യജലത്തിൽ കൊണ്ട് വചനം വായിക്കുകയും രോഗികളെപ്പോയി ഉടമ്പടി എടുത്ത് രോഗികളെപ്പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ്. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു, ആർക്കെല്ലാം സുവിശേഷം കൈമാറുന്നു, വിശ്വാസം കൈമാറുന്നു, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണി തിരക്കി പോകും.
സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും. നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതിനൊരു തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അവിടെ തടസ്സങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണം. കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ട്. കർത്താവേ, അവരെല്ലാം നിൻ്റെ വിശുദ്ധമാരെ സന്ധിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമ്മതം, കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഈശോയെ, ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. കർത്താവ്, ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദൈവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചിലരെങ്കിലും ടെസ്റ്റ് എഴുതുന്നവരുണ്ട്. ഇന്ന് ചില പരീക്ഷകളിൽ ഇൻ്റർനാഷണൽ പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ ഇന്ന് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ, എന്തെല്ലാം സംസാരിക്കുന്നുവോ, ആരെല്ലാം കണ്ടുമുട്ടുന്നുവോ, എന്തെല്ലാം എഴുതുന്നുവോ, എന്തെല്ലാം തീരുമാനിക്കുന്നുവോ, എല്ലാ തീരുമാനങ്ങൾക്കും കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ നയിക്കപ്പെടുകയും നിങ്ങൾ ഇന്ന് അലട്ടാൻ പോകുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈശോ ഏറ്റെടുക്കുകയും മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. എന്തുകൊണ്ട് നമ്മൾ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഗോഡ്, ദൈവത്തോട് എപ്പോഴും ബന്ധം സ്ഥാപിച്ച് നിൽക്കണമെന്ന് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങൾക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സൊല്യൂഷനുണ്ട്, ലളിതമായ സൊല്യൂഷനുണ്ട്. ഇത് രണ്ടും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ചില സമയത്ത് ചില ലളിതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഡിഫിക്കൽട്ടായിക്കളെ. അത് നമ്മുടെ നേച്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം 9:56 എടുത്തേ. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമറിയായിലൂടെ ഈശോയ്ക്ക് ജെറുസലേമിലേക്ക് പോകേണ്ട വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ജെറുസലേമിലേക്ക് പോവുകയാണ് ലക്ഷ്യം. അത് സമറിയ അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമം ഓൾറെഡി കർത്താവിൻ്റെ പരിഗണനയിലുണ്ട്. ഈ സമറിയയിൽ ഇവർ ചെല്ലുമ്പോൾ അപ്പോസ്തലന്മാരും അവിടുത്തെ ജനങ്ങളും തമ്മിൽ കോർക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ തിരിച്ച് വന്നിട്ട് ഈശോയോട് പറയുക, അവിടെ നമുക്കൊന്ന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. അങ്ങ് ജെറുസലേമിലേക്ക് പോകാൻ ഗുരുവെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അപ്പോൾ ഗുരുവിന് കാര്യം മനസ്സിലാവും, അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരു പറയും, ഇറ്റ്സ് ഓക്കെ, നമുക്ക് വേറെ ഗ്രാമത്തിലേക്ക് പോകാം എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ആ ഒരു നിസ്സാരമായിട്ട് സോൾവ് ചെയ്യേണ്ട വിഷയമാണ്. സോൾവ് ചെയ്ത ആൾക്കാരുടെ കുഴപ്പം കൊണ്ടാണ് അത് കോംപ്ലിക്കേറ്റ് ആയത്. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആരെ വിട്ടുന്നോ അവരുടെ കൈയിരിപ്പാണ് ആ പ്രശ്നം ഉളവാക്കുന്നത്. വളരെ ശാന്തമായി. അപ്പോൾ അവർ സമറിയായിലൂടെ വിടത്തില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ അവരുമായിട്ട് ശാശി വർത്തമാനം പറഞ്ഞ് 1-2 പറഞ്ഞ് ഉടക്കി തിരിച്ച് അവരെ തീയും ഗന്ധവും ഇറക്കി ദഹിപ്പിക്കണ വരെ രീതിയിൽ ഇവർ ബോയിൽഡായി, ഇവർ ചൂടായി. ആ ചൂടും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരുന്ന ഈ സീനൊന്നും സൃഷ്ടിക്കേണ്ട ഒരു കഥയും ഇല്ല അവിടെ. എന്താ കാര്യം? കർത്താവ് പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. എന്ത് അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അറിയത്തില്ല. ഒരു കാര്യം വ്യക്തമാണ്, സമാധാനത്തിൻ്റെ അരൂപിയല്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന അഹങ്കാരത്തിൻ്റെ ഈഗോയുടെ അരൂപിയാണ് ഉള്ളത്. ഈ ഈഗോ അരൂപി ഉള്ളത് കൊണ്ടാണ് ഈ അണ്ണന്മാരെ സമറിയായിലൂടെ തന്നെ വിടാൻ വേണ്ടി ഈശോ ഉദ്ദേശിച്ചത്. സമറിയായി പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയൊന്നുമല്ല. ഈ അണ്ണന്മാരോട് ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്നും, കാര്യം അത് ഇവരുടെ തന്നെ കാര്യം കൊണ്ടാണെന്ന് ഇവരെ മനസ്സിലാക്കുക എന്നുള്ള ഫോർമേഷൻ്റെ പ്രശ്നമാണത്. എനിവേ, ആ സമറിയ പ്രോജക്റ്റ് ഫെയിലായി കഴിയുമ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും. എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, നിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഈസിയായിട്ട് സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടാകും, കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാകും. ചിലപ്പോൾ എല്ലാം ഈസിയായ സൊല്യൂഷൻ ആയിരിക്കും. നീ അത് ഈഗോയിസ്റ്റിക്കായിട്ട് കൈകാര്യം ചെയ്ത് അത് കോംപ്ലിക്കേറ്റഡായി മാറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
നമുക്കും സമാധാനം കിട്ടത്തില്ല, നമ്മളോട് ഇടപെടുന്നവർക്കും സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഈശോ ആ വിഷയം ഉള്ളിൽ സമാധാനമുള്ളവർക്ക് മാത്രമേ സമാധാനത്തിന് വഴികൾ നോക്കത്തുള്ളൂ. ഉള്ളിൽ സമാധാനം ഇല്ലാത്തവരാണ് ചിലപാടിലെല്ലാം അസമാധാനം ഉണ്ടാക്കുന്നത്. പല കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. പല ഡൈവേഴ്സിൻ്റെ പിന്നിലുമൊക്കെ ഈ ഒരു വിഷയമുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊന്നും പിടിക്കത്തില്ല, അതാണ് സംഭവം. അത്രയും വലിയ വർത്തമാനവും വലിയവായി വർത്തമാനം പറയേണ്ട ഒരു കഥയും ഇല്ല അവിടെ. അവർ വിടത്തില്ലെന്നുള്ളത് ഇവരുടെ പുതിയ അറിവൊന്നും അല്ല. സമരക്കാർ അവരുടെ നാട്ടിലൂടെ ജെറുസലേമിലേക്കാണ് ആരാധനയ്ക്ക് പോകണമെങ്കിൽ അവർ വിടത്തില്ല, യഹൂദനെ ഒരിക്കലും വിടത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പ്രാക്ടിക്കൽ സെൻസ് ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ഗുരു അത് ഒന്നെങ്കിൽ ഇത് പ്രാർത്ഥിച്ചു പോയിരുന്നെങ്കിൽ, ഇവിടെ ഈ സമറിയയിലേക്ക് കൂടി ഗുരുവിനെ അന്നത്തെ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പോകുമ്പോൾ ഇവർ പ്രെയർ ചെയ്താണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമരക്കാർ 10 മടക്കിയേനും. ഇതിപ്പോൾ ഇവർ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള നെഞ്ച് കനം വെച്ചാൽ പോണത്. കടലിൽ മീൻ നടന്നയാളാണ്, കനയെ വെള്ളം വീഞ്ഞാക്കിയ ആളാണ്, അയാളുടെ ശിഷ്യനാണ് ഞങ്ങൾ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നീ ഇറങ്ങി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഗുരുവിനെക്കുറിച്ച് ഇവർ ആവശ്യമില്ലാത്ത ഊറ്റം കൊള്ളുന്നുള്ളത് ഉറപ്പല്ലേ? എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് മാത്രമല്ല, കോംപ്ലിക്കേറ്റഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിന് പക്ഷം ചേർന്ന് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനാപൂർവം ഒരിക്കലും എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലും എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഒരിക്കലും കൂടിപ്പോകാത്തൊരു സാധനം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. ചിന്തിക്കണേ, ഈ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോകാൻ പോകണമെങ്കിൽ ബുദ്ധിബോധം ഇല്ലാത്തവർ അങ്ങനെ വല്ല വിവരക്കേടുകളും പറയും. ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. കാര്യം പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓക്കെ. എൻ്റെ പേര് റോണ എന്നാണ്, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 8, 2023 ജൂൺ 8, 2023 ഞാൻ ആദ്യമായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 4th ഇയർ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അലർജി ഉണ്ടായി. അപ്പോൾ ശരിയായ കാരണങ്ങൾ അറിയില്ലായിരുന്നു. ഈ അലർജി ഉണ്ടാവാൻ, പെട്ടെന്ന് ഈ അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടാലും ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് തന്നെ ശരീരം തടിക്കുകയും എൻ്റെ ഫേസേ മാറിപ്പോവായിരുന്നു. അങ്ങനെയായി. അപ്പോൾ 4th ഇയർ ഇങ്ങനെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കോളേജിൽ നിന്ന് തന്നെ ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ ലീവ് എടുത്തിട്ട് നീ വീട്ടിൽ പൊക്കോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ സ്കിന്നിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞപ്പോഴൊക്കെ ഡോക്ടർ ഒരു കൺഫർമേഷൻ പറയുന്നില്ല, ഇതെന്താണ് എങ്ങനെയാണെന്ന് പറയുന്നില്ല, ഇതൊരു അലർജിയാണ്, ഒരു കാര്യം ചെയ്യ് ലിവോസിസോ സിട്രസനോ എടുത്ത് കഴിക്ക് മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെഫറൻസിന് തിരുവനന്തപുരം യോഗിരാജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർ പറയുന്നത്, ഇതിൻ്റെ പേര് ആർട്ടിക്കേരിയ എന്നതാണ്, അക്യൂട്ടായിരുന്നു, ഇപ്പോൾ ഇത് കൂടി ക്രോണിക്കായിട്ട് മാറി, ഇതങ്ങനെ മാറാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ മാറാം, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് അമ്മ പറയുന്നത്, ഇതുപോലെ കൃപാസനം എന്ന പള്ളിയുണ്ട്, മോൻ്റെ അസുഖം എന്തായാലും മാറും, അവിടെ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മ ഇങ്ങനെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് മാറില്ല എന്ന് പറയുന്നിടത്ത് എൻ്റെ എല്ലാ അലർജികളും, എനിക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം, എൻ്റെ എല്ലാ അലർജിയും മാതാവ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയും എനിക്ക് യാതൊരുവിധ അലർജികളും ഇല്ല. ഇപ്പോൾ വരെ എനിക്ക് യാതൊരുവിധ അലർജികളും വന്നിട്ടില്ല. എനിക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയ സമയത്താണെങ്കിൽ പോലും എൻ്റെ എക്സാമിനൊന്നും ഞാൻ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കൽ പരമായിട്ട് ഞാനൊന്നും അറ്റൻഡ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിലൊന്നും എനിക്കൊരു തടസ്സം വരാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ മാതാവ് എന്നെ പാസ്സാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് യൂറോപ്പ് പോലത്തെ ഏതെങ്കിലും കൺട്രിയിൽ പോകണം. അപ്പോൾ ഞാൻ OIT ഇരുന്ന് പഠിക്കുമായിരുന്നു ജോലിക്ക് പോകുന്നതിന് മുന്നേ. അപ്പോൾ OIT പ്രാർത്ഥനയേക്കാൾ കൂടുതലിരുന്ന് പഠിക്കുമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വെറുതെ സമയം കളയണ്ട, നമുക്ക് എക്സ്പീരിയൻസ് ആണ് വലുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ ഞാൻ ആ സിംഗിൾ റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വലിയ സിംഗിൾ റൂമായിരുന്നു. അപ്പോൾ ആ വലിയ സിംഗിൾ റൂം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ സിംഗിൾ റൂം തരാം,
നീ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാനായിരുന്നു. അപ്പോൾ ആ ഫാൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ഞാൻ കിടക്കുന്ന ആ തലയോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ 10 ദിവസം ഞാൻ ആ റൂമിൽ കഴിഞ്ഞു. അപ്പോൾ 11ാമത്തെ ദിവസം ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഫാനിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല, ചിലപ്പോൾ ഇങ്ങനെ ഉള്ള ഫാനായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഇത് എനിക്കന്ന് ഓഫായിരുന്നു. അപ്പോൾ എന്നോടിങ്ങനെ പറയാണ്, നീ ഈ റൂമിൽ നിൽക്കണ്ട, നീ ഇന്ന് നിൽക്കുകയേ വേണ്ട എന്നിങ്ങനെ എന്നോടിങ്ങനെ ആരോ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ പുറത്ത് പോകാൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ അവളുടെ കൂടെ പുറത്തൊക്കെ പോയി. ഞാൻ അവളുടെ തന്നെ റൂമിൽ കഴിഞ്ഞു ആ ദിവസം. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടത് കൊണ്ട് 5:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴെ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിലോട്ട് എൻ്റെ റൂമിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഫുള്ള് പുകയും അവിടെ ഫുള്ള് മറ്റേ ഫയറിൻ്റെ ഇതും പിന്നെ കുറേ ആൾക്കാരുമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഫാൻ, അതായത് ഞാൻ ആ തല വെച്ചിരുന്ന അതിൻ്റെ മുകളിൽ ആ ഫാൻ തീ പിടിച്ചിട്ട് താഴെ വീണ് ആ റൂം മൊത്തം കത്തിപ്പോയി. ആ റൂം മൊത്തം കത്തിപ്പോയി. എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കത്തിപ്പോവുകയുണ്ടായേ. പക്ഷേ മാതാവ് അനുഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സിന് ഒരു പ്രശ്നവും വരാതെ അവിടെ നിന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്. കാരണം എല്ലാവരും വിചാരിച്ചത് ആ റൂമിനകത്ത് ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം ഓൾറെഡി റൂം ലോക്കായിരുന്നു, അവർക്ക് ഒരു രീതിയിലും തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും റൂം ആളി കത്തുമായിരുന്നു. കറക്റ്റ് എൻ്റെ തല ഇരുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് ആ ഫാൻ തീ പിടിച്ച് തറയിലോട്ട് വീണ് തീ ആയത്. ബെഡിൽ നിന്നാണ് തീ ആളിക്കത്തി റൂം മൊത്തം തീ പിടിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്, മാതാവിൻ്റെ അത്ഭുതമാണ്, അങ്ങനെയാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് നാൾ നിന്നു. വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് നാൾ നിന്ന ശേഷം റിസൈൻ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും എന്നാൽ OET ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. ഞാൻ അതിൽ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് OET ട്രൈ ചെയ്തു. അപ്പോൾ OET ഒക്കെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് OETയുടെ റിക്രൂട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തു. ഇനി വലിയ ഇതില്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കൺട്രികളിലോട്ട്, അതായത് ന്യൂസിലൻഡ്, അയർലൻഡ് ഉള്ള രാജ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ ആഗ്രഹം, അച്ഛനെ എങ്ങനെയെങ്കിലും കാണണം, എനിക്ക് അച്ഛനെ കണ്ട ഒരിതാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ എടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതുപോലെ കാര്യങ്ങളാണ്, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സമയത്താണ് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരിത് വന്നത്, നിനക്ക് എന്തുകൊണ്ട് UK-യിൽ MSc നേഴ്സിംഗ് പഠിക്കാൻ പോയിക്കൂടാ, നിൻ്റെ ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് പോയിക്കൂടാന്ന് പറഞ്ഞു. അപ്പം ആകെ കൂടെ എല്ലാവരും ആ ഒരു സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഒരു 2-3 മാസത്തിന് മുന്നേ തന്നെ തുടങ്ങും, ഈ പ്രോസസ്സിങ് തുടങ്ങും. കാരണം UK-യിലെ പേപ്പർ വർക്ക് വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ആകെ 1 മാസമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ കറക്റ്റ് ആണെങ്കിൽ നിനക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ OET അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോളേജിലോട്ടൊക്കെ മെയിൽ അയച്ചു. അവിടുന്ന് അയച്ച 3 യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പേപ്പർ എല്ലാം കറക്റ്റായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഹാഫ് എമൗണ്ട് അടച്ചാൽ മതിയായിരിക്കും, അത്യാവശ്യം അടച്ചാൽ മതി. പിന്നെ എൻ്റെ ലെറ്ററിനകത്ത് കണ്ടത് നിങ്ങൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എമൗണ്ട് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, പക്ഷേ അത്രയും എമൗണ്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇത് വിട്ടേക്ക് മോനെ, നമുക്കിത് വേണ്ടാന്ന് വെക്കാം, അല്ലെ മോൻ്റെ ഒരു കാര്യം ചെയ്യും, വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് മാതാവ് തന്നാണെങ്കിൽ മാതാവ് തന്നെ എനിക്കിത് ശരിയാക്കി തരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ പൈസയുടെ എല്ലാ കാര്യങ്ങളും അത്രയും എമൗണ്ട് അടയ്ക്കാനുള്ളത് ഒരുക്കി തന്നു എനിക്ക് ആ ഒരൊറ്റ ദിവസം കൊണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാധാരണ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലക്ഷങ്ങളൊക്കെ ഒപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് എല്ലാ എമൗണ്ടും, അതായത് എൻ്റെ ഫീസിൻ്റെ എത്രയാണോ, ലിവിങ് എക്സ്പെൻസ് എത്രയാണോ അത്രയും അടയ്ക്കാനുള്ളത് മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് പേപ്പർ വർക്കെല്ലാം നടന്നു. അപ്പോൾ ഈ ഫീസ് അടച്ചാൽ മാത്രമാണ് ക്യാസ് എന്ന് പറയുന്നൊരിത് കിട്ടുള്ളൂ. ക്യാസ് അവിടുത്തെ സ്പോൺസർഷിപ്പാണ്, അവിടെ കൺഫർമേഷൻ. അപ്പോൾ ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമാതിരി അവിടെ പഠിക്കാൻ ഓക്കെ ആയി എന്ന അർത്ഥം. അപ്പോൾ ഈ ക്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫീസെല്ലാം അടയ്ക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, റോണ, ആഗസ്റ്റ് 10-നിപ്പുറം നിനക്ക് ഈ ക്യാസ് വന്നില്ലെങ്കിൽ നിനക്ക് പ്രയോറിറ്റി തന്നെ വെക്കേണ്ട വരും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട വിസയുടെ ഡബിൾ ഇരട്ടി നമ്മൾ അടയ്ക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇല്ല, അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗസ്റ്റ് 10 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഒരു ഞായറാഴ്ചയായിരുന്നു. ഒരു 9 മണിയായപ്പോൾ എനിക്ക് വന്നു ഒരു മെയിൽ വന്നു, റോണ നിൻ്റെ ക്യാസ് റെഡിയാന്ന് പറഞ്ഞു വന്നു.
ശരിക്കും എനിക്ക് മാതാവ് സ്റ്റാൻഡേർഡ് വിസ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് വന്നത്. പക്ഷെ അവിടെ വെച്ച് എനിക്കിങ്ങനെ ഏജൻസിക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പം ഞാൻ അങ്ങ് അറിയാണ്ട് പ്രയോറിറ്റി എന്നാൽ ഒരു കാര്യം ചെയ്യാം, ടെൻഷൻ അടിച്ച് നിൽക്കണ്ടല്ലോ, പ്രയോറിറ്റി അങ്ങ് വെച്ചേക്കാമെന്ന് പറഞ്ഞു. ആ ദിവസം ക്യാസ് മെയിലിൽ വന്ന ക്യാസ് എനിക്ക് വരുന്നില്ല. എന്ത് ക്യാസ് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക, എവിടെയാണെന്നറിയില്ല, ടെൻഷനാവുക. കാരണം ഓരോ ദിവസം പോകുമ്പോഴും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ സ്റ്റാൻഡേർഡ് വിസ വെക്കാൻ വേണ്ടിയിട്ടാണ് മാതാവിനോട് ആ ഡേറ്റ് ഇട്ട് നീ ചോദിച്ചത്, അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പം നീ അത് മാതാവിനോട് ക്ഷമ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വിസ തന്നെ വെക്കണം, മാതാവ് ഇതെനിക്ക് എങ്ങനെയെങ്കിലും തരണേ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആ വൈകിട്ടിരുന്ന് മുട്ടിപ്പായിട്ടിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ടും മെയിൽ അയച്ചു. എനിക്കിതുപോലെ ഇത് വന്നു, പക്ഷേ എനിക്ക് ക്യാസ് എവിടെയായിട്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ 5:30 പ്രാർത്ഥിക്കാൻ എണ്ണീറ്റു. ഞാനപ്പോൾ മെയിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ 5:30 പ്രാർത്ഥിക്കാൻ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെയിൽ കാണുന്നത് എൻ്റെ ക്യാസ് വന്നു എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ക്യാസൊക്കെ വന്നു, ഞാൻ വിസയ്ക്ക് വെച്ചേക്കുവാണ്. എനിക്കപ്പോൾ എന്നോട് അവിടുത്തെ ഏജൻസിക്കാർ പറഞ്ഞു, റോണയ്ക്ക് ഉറപ്പുണ്ടോ, കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 100% ഉറപ്പാണ്, ഇനിയും എനിക്ക് പ്രശ്നങ്ങളില്ല, എൻ്റെ റിസ്ക്കാണ്, എനിക്കൊരു മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്, ഈ ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസയ്ക്ക് വരും എന്നുള്ളത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. എനിക്കൊന്നും അതിനെ കഴിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവർ പറയും, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം അങ്ങനെയൊന്നും തണുത്തോളം ഒന്നും കുടിക്കാതിരുന്നാൽ മതി എന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ തൊണ്ടയിൽ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നം തന്നെയില്ല. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്നെയും കൊണ്ട് പറ്റാവുന്ന, എനിക്ക് ഈ സമയത്തൊന്നും ജോലിയില്ല, പക്ഷേ എന്നെയും കൊണ്ട് പറ്റാവുന്ന പോലെ തീരെ വയ്യാത്ത ഇതിലൊക്കെ ഉള്ളവരൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന വയ്യാത്തവരൊക്കെ ഞാൻ സഹായിക്കും. പിന്നെ വീട്ടിൽ വരുന്നവരെ ആണെങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കും. പിന്നെ ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു. കാരണം ആദ്യ സമയത്തിലൊന്നും വലിയ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ പോലെ എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇത്രയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം പോലും ഇല്ല ഞാൻ കരുണക്കൊന്ത് ചൊല്ലാത്ത ദിവസങ്ങൾ. അതുപോലെ മുടങ്ങാതെ പള്ളിയിൽ പോവും. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ OIT പഠിക്കുന്നിടത്ത് എവിടെയായാലും ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാതാവ് എനിക്ക് എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞ് ഇവിടെ വന്ന് ഓൺലൈനിൽ എടുക്കുന്നവർ ഓൺലൈനിലും എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വന്ന് എടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് എനിക്ക് ഈ ആഴ്ചയ്ക്കുള്ളിൽ വിസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച്, കാരണം അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, പല സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മാതാവിനോട് ഇതാണ് പറഞ്ഞത്, മാതാവേ എനിക്ക് നല്ലൊരു അക്കോമഡേഷൻ, അതും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്കത് വന്നത്. എനിക്ക് അറിയാവുന്നവർ തന്നെ എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരും, അവിടെ അടുത്തായിട്ട് പള്ളി ഉള്ളതും ഒക്കെ. അപ്പോൾ അതും മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ ഞാൻ പറഞ്ഞേക്കാം എന്നുള്ളത്. പിന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ UK പോയി കഴിഞ്ഞാൽ നീ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഞാനിന്നിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എനിക്കങ്ങനെ വലിയ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ അല്ല ഞാൻ പോകുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൽ പേടിയില്ല, കാരണം എൻ്റെ കൂടെ എപ്പോഴും മാതാവുണ്ട്, എന്നെ മാതാവ് നോക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് തിരുക്കുമാനവരായിരുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 17-ാം തിരുവചനം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഇവിടെ റോന മോൾ ഒരു BSc നേഴ്സാണ്. അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്ക് നന്ദി പറയാനാണ് ഇന്ന് ഈ മകൾ ഇവിടെ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. വലിയൊരു ചാലഞ്ചിങ്ങോടുകൂടിയാണ് ഇന്ന് ഈ മകൾ UK വിസയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മകൾക്കുള്ള എല്ലാ വലിയൊരു അലർജി, അട്ടിക്ക എന്ന ഒരു വലിയ അലർജി അസുഖം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ സൗഖ്യപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഈ മകളിവിടെ നിൽക്കുന്നത്. അതേ തുടർന്ന് മകൾക്ക് പഠിക്കാനുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും അമ്മ എടുത്തു മാറ്റി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അമ്മ ഈ മകളെ പരീക്ഷയിൽ വിജയിപ്പിക്കുകയും അതേ തുടർന്ന് ഏത് ഓപ്ഷൻ എടുക്കണം,
മകൾ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്ന സമയത്ത് മകൾക്ക് എവിടേക്ക് പോകണം, അതായത് OET റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്ത സമയത്താണ് പരിശുദ്ധ അമ്മ MSc നഴ്സിംഗിൽ വിദേശത്ത് പഠിക്കാനുള്ള ഒരു വലിയ ഓഫർ കൊടുത്ത് മകളെ അനുഗ്രഹിക്കുന്നത്. ഈ മകൾക്ക് എപ്പോഴും ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തി തൻ്റെ അങ്കിക്കുള്ളിൽ ചേർത്ത് പിടിച്ച വലിയ ഒരു അത്ഭുതം നാം മറ്റൊന്ന് കേൾക്കുകയുണ്ടായി. അവൾക്കൊരു തീപിടുത്തമുണ്ടായത്. അമ്മ തന്നെ അവളെ പ്രേരിപ്പിച്ചു, ഇവിടെ നിന്ന് മാറി മറ്റൊരു മുറിയിലേക്ക് പോകൂ എന്ന്. ആ കേട്ട വചനം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പ്രത്യേകതയാണ്. ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾ ചെയ്തതാണ്. ഇവിടെ നിന്ന് മാറി മറ്റൊരു റൂമിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ആ രാത്രി തന്നെ ആ മുറി കത്തിപ്പോവുകയും ഈ മകൾക്ക് ആവശ്യമായത് ഡോക്യുമെൻ്റ് മാത്രമായിരുന്നു. പരിശുദ്ധ അമ്മ ഈ മകളെ അത്രമാത്രം സംരക്ഷിച്ച ഡോക്യുമെൻ്റ് മാത്രം കത്തിപ്പോയില്ല, ബാക്കി ആ മുറിയിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും കത്തിപ്പോയി. വലിയൊരു സംരക്ഷണം നൽകി മകളെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യം. ഈ മകൾ ഇന്ന് ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഞാൻ ഏത് സാഹചര്യത്തിലായാലും, അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും, ഞാൻ ജർമ്മനിയിലായാലും ഇന്ത്യയിലായാലും ഏത് സ്പേസിലായാലും തന്നെയായാലും ഞാൻ ഉടമ്പടി ജീവിക്കുമെന്ന വലിയ ഒരു തീക്ഷ്ണതയേറിയ ഒരു ചലഞ്ച് എടുത്തിട്ടാണ് ഈ മകൾ ഇവിടുന്ന് പോകുന്നത്. ഇന്നുള്ള എല്ലാ യൂത്തിനെയും ഈ മകൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റി. ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി 24-നാണ്. അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ദുബായിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുകയും അതിനെ തുടർന്ന് അതിൻ്റെ പേപ്പർ വർക്കിനും കാര്യങ്ങൾക്കും ആയിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും അവർ വിസ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വിസയും ടിക്കറ്റും നമുക്ക് അയച്ചു തരുന്നില്ലായിരുന്നു. അതിനെ തുടർന്ന് വേറുള്ള ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായാലും എനിക്ക് ദുബായിലുള്ള വിസ ഓൾറെഡി അടിച്ചു വെച്ചിരിക്കുന്ന കാരണം എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവർ വിസയും ടിക്കറ്റും അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങിയ ആ സമയം തന്നെ എനിക്ക് എൻ്റെ മെയിലിലോട്ട് വിസയും ടിക്കറ്റും അവർ മെയിൽ ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഓൾമോസ്റ്റ് ഒരു 14 hours വർക്ക് ചെയ്യണമായിരുന്നു ഒരു ദിവസം. പക്ഷേ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്തെല്ലാം ഒരുപാട് താമസവും തടസ്സങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ടേയിരുന്നു, എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ അനിയത്തി, അവളുടെ പേര് പ്രിയ എന്നാണ്. ഇവള് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടെ പാസ്സാകുകയും എല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നു സമയത്ത് അവൾക്ക് ഒരു ഇൻ്റർവ്യൂവും കിട്ടുന്നില്ലായിരുന്നു, ഒരു പ്ലേസ്മെൻറ്റും അവൾക്ക് കിട്ടാതെ വന്ന് ലാസ്റ്റ് ഒരേ ഒരു ഇൻ്റർവ്യൂ മാത്രം, പ്ലേസ്മെൻറ്റ് മാത്രം ബാക്കിയായിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഇവളുടെ നൽകിയിട്ട് ഇവളോട് പറഞ്ഞു, ഇതുപോലെ ഉടമ്പടി കാശുരൂപം വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ആ കോളേജിൽ വന്നിരുന്ന ലാസ്റ്റത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവൾക്ക് കിട്ടി. അവൾ പൂനെയിൽ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമതായി വെച്ചിരുന്നൊരു ആവശ്യമായിരുന്നു, എനിക്ക് ദുബായിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വർഷം എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോകണമെന്നുള്ളൊരു ആഗ്രഹം, അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന്. കാരണം OET എക്സാം എഴുതുന്നവർക്കറിയാം, OET എക്സാമിന് ഒരു 36,000 നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി മുടക്കണം. അപ്പം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. അപ്പം അത്രയും പൈസ എൻ്റെ കളയാനില്ലാത്തതാണ് ഞാൻ വേറെ ഏതെങ്കിലും കേരള വിസയിലോ ഏതെങ്കിലും ഒരു വിസയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ സാധിക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം പക്ഷേ എനിക്കൊരു ഭയമായിരുന്നു OET എക്സാം എഴുതുന്നതിനെക്കുറിച്ച്, എങ്ങനെയായിരിക്കും എനിക്ക് ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പേടിയായിരുന്നു. അത് അങ്ങനെ വന്നിരുന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അന്ന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന ഒരു സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു, ഒന്ന് OET എക്സാമിന് എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പഠിച്ച് നോക്കാം, പഠിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാൻ വെറുതെ ഇരിക്കുമല്ലേ, ഒന്ന് പഠിച്ച് നോക്കാമെന്നിങ്ങനെ വിചാരിച്ചു.
അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യമേ പറഞ്ഞൊരു കാര്യം, മാതാവേ എനിക്ക് എല്ലാം ഒരുമിച്ച് തന്നില്ലെങ്കിലും ഏതെങ്കിലും 2 സബ്ജക്റ്റ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് വരും. വീണ്ടും എക്സാം എഴുതാനാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് വരും. എനിക്ക് ഏതെങ്കിലും 2 എണ്ണമെങ്കിലും തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് കോയമ്പത്തൂർ എക്സാമിന് സെൻറ്റർ എടുത്തു. ഇവിടെ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഒരു കാശുരൂപം തന്നു. അതെല്ലാം വെച്ച് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എഴുതി റിസൾട്ട് വന്നു. ഇപ്പം ഞാൻ 2 വിഷയത്തിന് ജയിച്ചു, 2 വിഷയത്തിന് ഫെയിലായി. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി. ദുബായിൽ നിന്ന് രണ്ടാമത് എക്സാം എഴുതി. 2 വിഷയം മാത്രം പാസ്സാവുന്നുണ്ട്, 2 വിഷയത്തിന് ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നു. 3ാമത് എക്സാം എഴുതി. അപ്പം 3ാമത് എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ വിവാഹം നടക്കുകയൊക്കെ ചെയ്തു. അപ്പം വിവാഹം നടന്ന ഹസ്ബൻഡ് അവിടെ സെറ്റിലായതാണ്. എനിക്ക് UK പോകേണ്ടത് ഒരു ആവശ്യമായിട്ട് വന്നു. പക്ഷേ എനിക്ക് UK സ്കോർ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ വീണ്ടും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 4 സബ്ജക്റ്റിനും എനിക്കൊരു B തരണേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അത് നടന്നില്ല. 3ാമത്തെ തവണ എക്സാം എഴുതി ഫെയിലായി. അങ്ങനെ 4ാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് UK പോയി. UK ചെന്ന് ഞാൻ വീണ്ടും എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ആ വർഷം ഞാൻ പ്രഗ്നൻ്റായി. ഒരു 7ാം മാസം ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് കോയമ്പത്തൂർ തന്നെ സെൻറ്റർ എടുത്ത് എക്സാം എഴുതി കഴിഞ്ഞപ്പം മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. അയർലൻഡ് സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. പക്ഷേ എനിക്ക് പോകേണ്ടത് UK ആയത് കാരണം തന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. 3-4 പ്രാവശ്യമായിട്ട് എക്സാം എഴുതുന്നു, ഫെയിലാവുന്നു. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി എന്തൊക്കെയാണെങ്കിലും UK അപ്പം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ കയറാൻ പറ്റുമല്ലോ, അത് നോക്കിയാച്ചാൽ പോരെ, ഇനിയും എക്സാം എഴുതി പൈസ കളയണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് 5ാം പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആണിപ്പം, എനിക്ക് ഇനി ഒന്നുകൂടി എക്സാം എഴുതാൻ ഏത് സമയത്താണ് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് ഈ എക്സാമിനെ പാസ്സാകാൻ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് അച്ഛൻ്റെ ടോക്കും അതുപോലെ ഒരുപാട് ടെസ്റ്റിമണീസൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അച്ഛൻ എനിക്ക് അന്ന് തന്ന കാശുരൂപവും കൊന്തയെല്ലാം ആയി ഞാൻ UK തന്നെ എക്സാം എഴുതാൻ വേണ്ടി സെൻറ്ററിൽ പോയി. ഞാൻ അവിടെ ഉപ്പ് വിതറി ഞാൻ ഇരുന്ന സ്ഥലത്തിരുന്ന് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5ാമത്തെ തവണ എക്സാം എഴുതി ഞാൻ പാസ്സായി എല്ലാം. മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എൻ്റെ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് OETയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ CBT എക്സാമും അവിടെ നിന്ന് എഴുതി, അതെല്ലാം പാസ്സായി. അപ്പം ഞാൻ മാതാവിനോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഇവിടെ വരുമ്പം ഉറപ്പായിട്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് മാതാവ് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് തിരിച്ചു പോകുമെന്ന്. അതുപോലെ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ദുബായിൽ കൊണ്ടുപോയി എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പേഷ്യൻസായിട്ട് വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇവിടെ കൃപാസനത്തിൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ UK പോയി അവിടെ എനിക്ക് ഇത്രയും എല്ലാം കിട്ടിയ സമയത്ത് ഞാനിപ്പം ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അവിടെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവിടെ ഓരോരുത്തരെ കാണുകയും മാതാവിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഞാൻ ഇവിടെയുള്ള ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് മരുന്ന് വാങ്ങിക്കാനുമായിട്ട് പൈസ അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാമായിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൂടാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായന ഞാൻ ഒരു 10 മിനിറ്റ് എനിക്ക് സമയം കിട്ടും, 10 മിനിറ്റ് ഞാൻ അതൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിമോണീസ് ഞാൻ കേൾക്കാറുണ്ട്. ഓൾമോസ്റ്റ് വരുന്നതെല്ലാം ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ. ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. 1 സാമുവേൽ 12:14 നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും.
ബെറ്റി തോമസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹത്തോടെയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുന്നത്. മകൾ പറയുന്നുണ്ട്, വലിയ താമസമില്ലാതെ അമ്മ മാതാവിൻ്റെ സഹായത്താൽ എനിക്ക് ഗൾഫ് രാജ്യത്തേക്ക് ജോലിക്ക് പോകുവാനായി സാധിച്ചു. പിന്നീട് അവിടെ നിന്ന് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് വീണ്ടും ഉടമ്പടി പുതുക്കി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എങ്കിലും ഉടമ്പടി ജീവിതത്തിലുണ്ടായ കുറച്ച് അലസതകൾ, അത് 4 തവണ പരീക്ഷ എഴുതിയിട്ടും പല അവസരങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നതാണ് മകൾക്കുണ്ടായ അനുഭവം. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്രത്തോളം പരീക്ഷ എഴുതി പരാജയപ്പെടുന്നത് കൊണ്ട് ഒരു ഇകഴ്ത്തലിനും പരിഹാസത്തിനും മകൾ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, വിവാഹത്തിന് ശേഷം വീണ്ടും താൻ അവിടെ UK ഇതൊന്നുമില്ലാതെ ചെന്നു, ജീവിത പങ്കാളിയോടൊപ്പം ജീവിച്ചു തുടങ്ങി. ക്യാരിങ് ആയപ്പോൾ വീണ്ടും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ട് അനുഗ്രഹം തേടുകയും അച്ഛന് നൽകിയ ചെറിയ കാശുരൂപം ഉപയോഗിച്ച് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് 5ാമത്തെ തവണ OET പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരുന്നു. ശരിക്കും അത് നന്നായി പഠിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. 7ാം മാസം ഗർഭിണിയായിരിക്കുന്ന സമയമാണിത്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ശാരീരികമായ വൈയായികകളിലും എനിക്ക് അമ്മ മാതാവിനുണ്ടായ ശരണപ്പെട്ട വിശ്വാസവും അമ്മയോട് ഉറപ്പിച്ച് എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്തിരുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്കത് നന്മയ്ക്ക് കാരണമായി പരിണമിച്ചുവെന്ന്. കാരണം 5ാമത്തെ തവണ അത് OET എഴുതുമ്പോൾ അത് മകൾക്ക് മെച്ചപ്പെട്ട സ്കോറോടുകൂടി അത് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചു. CBT പരീക്ഷയും ഡെലിവറിക്ക് മുമ്പ് തന്നെ അതും എഴുതി പൂർത്തീകരിച്ചെടുക്കുവാൻ മകൾക്ക് സാധിച്ചുവെന്ന്. നല്ല ആരോഗ്യത്തിൽ പഠനം മാത്രമായി ജീവിച്ച നാളിൽ സാധിക്കാതിരുന്നതാണ് ഏറെ ക്ലേശമുള്ള നാളുകളിൽ അമ്മ മാതാവിൻ്റെ സഹായത്താൽ മകൾക്കത് അനുഗ്രഹമായി തീർന്നതെന്ന് പ്രത്യേകം മകൾ എടുത്തു പറയുന്നുണ്ട്. നമ്മളെ ഭാരങ്ങളെ ലഘൂകരിച്ചു തരികയും നമ്മുടെ കഴിവുകൾ ശൂന്യമാകുന്നു, സീറയാകുന്നുവെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവകൃപയാൽ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന അമ്മയുടെ വലിയ സംരക്ഷണത്തെയാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, അനിയത്തിക്ക് ഒരു പഠനത്തിന് ശേഷം പ്ലേസ്മെൻ്റ് എങ്ങും ആകുന്നില്ല. ഒത്തിരി മക്കൾ അവിടുന്ന് പ്ലേസ്മെൻ്റായി പോവുകയും ചെയ്യുന്നു. അമ്മയുടെ അരികിൽ വന്ന നിയോഗം സമർപ്പിച്ച് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റായി ആ കോളേജിൽ വന്ന കമ്പനി മകളെ പ്ലേസ്മെൻറ്റിലേക്ക് സെലക്ട് ചെയ്യുകയും ടാറ്റയുടെ നല്ലൊരു ഫേമിൽ മകൾക്ക് പ്ലേസ്മെൻറ്റ് നൽകി സഹായിക്കുകയും ചെയ്തുവെന്ന്. അമ്മ മാതാവിൻ്റെ അരികിലേക്ക് നമ്മുടെ ഏതൊരു അത്യാവശ്യ വിഷയങ്ങളെയും നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളായി നിൽക്കുന്നവയെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്കത് മാറ്റിത്തരുവാനുള്ള വടിയായി മാറുന്നു, കുറവുകളെ നീക്കം ചെയ്തു തരുന്നു. അമ്മ മാതാവ് തിരുക്കുമാറിനോട് നാം പുലർത്തുന്ന ബന്ധം അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി തരുന്നു. അവർക്ക് വീഞ്ഞില്ല എന്ന് മകനോട് പറയുമ്പോൾ എല്ലാ ഇല്ലായ്മകളെയും അമ്മ മാതാവ് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ജോലിയില്ലാത്തതാവാം, ആരോഗ്യമില്ലാത്തതാവാം, സ്ഥലമില്ലാത്തതാവാം, സമാധാനമില്ലാത്തതാവാം, പരീക്ഷകൾ വിജയിക്കാത്തതാവാം, ഏതൊരില്ലായ്മയെയും അമ്മ മാതാവ് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് മകനോട് പറയുന്നത്. മകൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് നമ്മളോട് കൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമപ്പെടുത്തുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും എളിമയോടെ നമ്മൾ തയ്യാറാകുമ്പോൾ ഉടമ്പടിക്കുള്ള വിശ്വസ്തതയായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഇടപെടലുകളും ജീവിത മേഖലകളിലേക്ക് അമ്മ കൈമാറി തരുന്നു. അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാനല്ല, മറിച്ച് കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി നന്നായി ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുവാനായിട്ടാണ്. ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം നമുക്കറിയാം, അത് നിത്യതയാണ്. ഈ ലോകത്തിൻ്റെ ഏതൊരു നന്മയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ആന്തരികമായ മാറ്റം, എൻ്റെ കർത്താവിനെ കണ്ടു, എൻ്റെ കർത്താവിൻ്റെ ജീവിത വിഷയത്തിൽ ഇടപെട്ടു, എൻ്റെ അമ്മ മാതാവിൻ്റെ കൈപിടിച്ച് നടന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും പ്രിയംകരമാകുന്ന വിധത്തിൽ മാത്രമേ ഇനി ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. അത് സ്വർഗം
ലക്ഷ്യം വെച്ചുള്ള ജീവിതം മാത്രമായിരിക്കുമെന്ന്. അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം നൽകുവാൻ അമ്മ മാതാവിനോട്, ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെയും പദ്ധതികളെയും അതനുസരിച്ച് നമുക്ക് ക്രമപ്പെടുത്താം. ഉടമ്പടി നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അടിവരയിട്ട് നമുക്ക് പറയണം, പ്രാർത്ഥിക്കണം. അമ്മ മാതാവേ, അമ്മയിലൂടെ ഈശോ തരുന്നത് എല്ലാത്തിനും ഞങ്ങൾ ജീവിതം കൊണ്ട് അമ്മയെയും തിരുക്കുമാരനെയും ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനായി ജീവിതം സമർപ്പിക്കുമെന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത്, എൻ്റെ പേര് ബോൺസി എം ജോയ്, ആലുവ അശോകപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണം സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസനം അൾത്താരയിൽ 2004 ഡിസംബർ 7-ാം തീയതി ആരാധനാ മധ്യേ കൃപാസനത്തിലെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷയാകുന്നത്. തുടർന്ന് ഒരുപാട് സമയങ്ങളിൽ വിവിധങ്ങളായ ഭൂഖണ്ഡങ്ങളിലെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വിവിധങ്ങളായ സമയങ്ങളിൽ ഓരോ ദൈവമക്കൾ ഉടമ്പടി എടുത്തവരും അല്ലാത്തവരും ഒക്കെ പ്രത്യക്ഷത്തിൽ ഈ ദൈവമാതാവിനെ ദർശിച്ചിട്ടുണ്ട്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത 2005 ഈ മകള് BCom പാസ്സാവുന്നത്, ഡിഗ്രി പാസ്സാവുന്നത്. അതിനുശേഷം 2007 തൊട്ട് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് A1 A2 എല്ലാം പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പരിശ്രമിച്ച് അതെല്ലാം നടക്കാതെ വന്നു. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 2023 ഇവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രത്യേകമായിട്ട് ഉപേക്ഷിച്ച് ഒരു വിഷയം, അതായത് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഉപേക്ഷിച്ച ഒരു ഫയൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി എടുത്ത് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ദൈവമാതാവ് ആ ഫയലിൽ ഒപ്പിട്ട വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വലിയ വിശ്വാസമൊന്നും ഇല്ലാതെയാണ് ആദ്യം കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത്. മരിയൻ ഉടമ്പടിയുടെ നേർ അനുഭവങ്ങളിലൂടെയാണ് ഈ സഹോദരിയുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അത് ഇപ്രകാരം സാക്ഷ്യത്തിലൂടെ ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യത്തെ മുടികളൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ പതുക്കെ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാം, അതുമല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ മനസ്സൊന്ന് പതറിയപ്പോൾ തുടർന്നുള്ള മുടികൾ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഇവർ മുറിയിലായിരിക്കുന്ന സമയത്ത് വലിയൊരു ദൈവാനുഭവം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ റൂമിൻ്റെ ഫാനിൽ നിന്ന് ഒരു തൈലം ഇങ്ങനെ ഫാനിൽ നിന്ന് ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫാനിൽ നിന്ന് വല്ലതും കംപ്ലൈൻ്റ് ആയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൽ നല്ല മണവും വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം. തുടർന്ന് ഒരു വലിയ വചനം ഈ സഹോദരിക്ക് ലഭിക്കുകയാണ്. അത് മരിയൻ ഉടമ്പടി എടുത്തവരൊക്കെ മനഃപ്പാടമാക്കിയിരിക്കുന്ന ഒരു വചനമാണത്. പുറപ്പാട് 33:14 തിരുവചനം. ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മരിയൻ ഉടമ്പടിയാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവാണ് ഓരോരോ വിഷയങ്ങളിൽ, കാലങ്ങളിൽ, സന്ദർഭങ്ങളിൽ സഞ്ചരിച്ചെത്തി നമ്മളോട് കൂടെ യാത്ര ചെയ്ത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഈ സഹോദരി പറയുന്നുണ്ട്, ഇപ്രകാരം ദൈവമാതാവിൻ്റെ വലിയൊരു സന്ദേശം കിട്ടിയതിന് ശേഷം അങ്ങനെ ആ ഒരു ധൈര്യത്തോടു കൂടി ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ പോയി എക്സാം എഴുതി.
അപ്പോൾ എനിക്ക് സാധാരണ എഴുതണ പോലെ തന്നെയാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ തവണ ജയിക്കും. എന്താണെങ്കിലും ഈ വചനത്തിലൂടെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ, അപ്പം മാതാവ് കൂടെ ഉണ്ട്, അപ്പം ഇനി ഒന്നും പേടിക്കണ്ട, അങ്ങനെ കിട്ടും. അങ്ങനെ ഞാൻ ആ ധൈര്യത്തിൽ വീട്ടിലേക്കും പോന്നു. അപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട്. പക്ഷെ വീണ്ടും ചില തടസ്സങ്ങൾ നേരിടുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇനി ഈ വിസയുടെ പ്രോസസ്സിങ്ങിനും എല്ലാം ഞാൻ വെച്ചു, ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെയായിട്ട് അങ്ങനെ വെച്ച്. അപ്പോൾ ഇത്ര ഏജൊക്കെ ആയതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാലും വെച്ച് നോക്കാൻ കിട്ടും എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെ കൊടുത്തു. പ്രോസസ്സിങ് എല്ലാം വേഗം നടന്നു. ഇൻ്റർവ്യൂവും അതുപോലെ ടഫായിട്ടുള്ള ഇൻ്റർവ്യൂകളെല്ലാം എനിക്ക് എല്ലാം പാസ്സാക്കി തന്നു, എല്ലാം കിട്ടി. മാതാവിൻ്റെ ഈ ഉടുമ്പടി തൈലം വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിലെല്ലാം അറ്റൻഡ് ചെയ്തത്, അത് നെറ്റ് വഴി. അപ്പോൾ അങ്ങനെ ആ ഇൻ്റർവ്യൂകൾ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2 ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ മനസ്സിലുണ്ട് എല്ലാം കിട്ടും, എല്ലാം ശരിയാവും, ഇനി ഒന്നും പേടിക്കണ്ടെന്നൊക്കെ. പക്ഷേ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ വിസ ഇതിൻ്റെ ലെറ്റർ വേഗം വന്നു. കാരണം ഇത് റിജക്ഷനായിട്ട് ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കിനി കിട്ടില്ല, ഇനി ഈ എൻ്റെ ഒരു ഏജ് വെച്ചുകൊണ്ട് ഇനി ഇതൊന്നും ശരിയാവില്ല, ഇനി ഒരിക്കലും ഒന്നും നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഇനി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം, ഇനി ജർമ്മനിക്കൊന്നും നോക്കണ്ട. അപ്പോഴാണ് വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ ജർമ്മനിയിൽ ഒരു പുതിയ സിസ്റ്റം ദൈവമാതാവ് കൊണ്ടുവരികയാണ്. ഓപ്പർച്യൂണിറ്റി കാർഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം. അതുവഴിയായിട്ട് ഈ മകൾക്ക് ജർമ്മനിയിലോട്ട് പോകാനുള്ള വിസ കിട്ടിയതിന് ശേഷം ആ വിസയുമായിട്ട് വന്നാണ് സാക്ഷ്യപ്പെടുന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാം തിരുവചനമാണ്. വചനം ഇതാണ്: ഇതാ ഒരു പുതിയ കാര്യം മുളയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വിജനപ്രദേശത്ത് പാതകളും മരുഭൂമിയിൽ നദികളും ഞാനുണ്ടാക്കും. അതായത് നീണ്ട 17 വർഷമായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2005 ഡിഗ്രി പാസ്സായത്, ഈ വർഷങ്ങളിലൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു വിഷയത്തിന്മേൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾക്ക് വേണ്ടിയിട്ട് സ്വർഗം ഒരു വലിയ പദ്ധതി കൊണ്ടുവരികയാണ്. ഇത് സ്വർഗം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലാതെ ഈ സഹോദരി സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇങ്ങനെ ഈ വിഷയം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ച ആ സമയത്ത് ആദ്യം പുറപ്പാട് 33:14 തിരുവചനത്തിലൂടെ ദൈവം ഈ സഹോദരിയോട് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഈ ഒരു ജർമ്മൻ പദ്ധതി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ വീണ്ടും ഒരു വചനം ദൈവപിതാവ് ഈ സഹോദരിക്ക് കൊടുക്കുകയാണ്. അത് ഹബക്കുക്ക് 1:5 തിരുവചനമാണ്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഈ ഒരു വചനത്തിന് ശേഷമാണ്, ഈ ഒരു വചനം ഈ സഹോദരിക്ക് ദൈവപിതാവ് നൽകിയതിന് ശേഷമാണ് ആ ദിവസങ്ങളിൽ തന്നെ പുതിയൊരു സിസ്റ്റം ജർമ്മനിയിൽ കൊണ്ടുവരുന്നു, ഓപ്പർച്യൂണിറ്റി കാർഡ് സിസ്റ്റം. ആ ഒരു പുതിയ പദ്ധതി യെശയ്യാ 43:19 അനുസരിച്ച് ഒരു പുതിയ കാര്യം മുളയെടുക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വിജനപ്രദേശത്ത് ഒരു പാത ഈ മകൾക്ക് വേണ്ടി, ഉടമ്പടിയെടുത്ത ഈ മകൾക്ക് വേണ്ടി ദൈവം വെട്ടി ഇടുകയാണ്. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ദൈവിക ഇടപെടലിലൂടെ ഇവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന ഒരു വ്യത്യാസമാണ്. ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു ഭാഗം നമ്മുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടെ ഈശോ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരുവിൻ. യോഹന്നാൻ 7:38 എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ ഈശോയാണ്
നമ്മുടെ ദാഹം അത് പല വിധത്തിലുള്ള ദാഹങ്ങളായിരിക്കാം. പല സമർപ്പിത ജീവിതത്തിലുള്ളവർ എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അതായത് ഞങ്ങൾ റുട്ടീനായിട്ടുള്ള ഞങ്ങളുടെ സഭ അതും അല്ലെങ്കിൽ അധികാരികളൊക്കെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞങ്ങളിങ്ങനെ റുട്ടീനായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ മുറപ്രകാരമുള്ള കാനോനിക പ്രാർത്ഥനകളൊക്കെ യാമപ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ നടത്തി പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു വരൾച്ച ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സഹായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. മരിയൻ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം തൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിച്ചപ്പോൾ ആത്മാവിൻ്റെ വലിയ കൃപകൾ ഈ സഹോദരിയിൽ വന്ന് നിറഞ്ഞതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ ഈ സഹോദരിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്, വ്യക്തമായൊരു ഉദാഹരണത്തിലൂടെ. അതായത് പറയുന്ന പ്രകാരമാണ്, ഞാൻ 2005 ഈ എൻ്റെ ഡിഗ്രി കാലയളവിന് ശേഷം ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആയിരുന്നു ഞാൻ കുത്തിയിട്ടത്. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ മക്കൾ ഇതേപോലെ ഫാഷൻ്റെ പുറകെ പോകുന്നു, അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നു. പിന്നെ ഇപ്പോൾ ഭവനങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരു കാർ എടുക്കുന്നു, ആ ട്രെൻഡ് മാറുമ്പോൾ നമ്മൾക്ക് പണം ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റി വേറെ ഒരു, അതായത് സൊസൈറ്റിയിലൊരു സ്റ്റാറ്റസിൻ്റെ ഒരു വിഷയമൊക്കെ വരുമ്പോൾ അത് മാറ്റി വേറെ, പിന്നെ ഇനി യൂത്ത് ആണെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അപ്പാരൽസ് മാറുന്നു, അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സസ് അതും ഇതേപോലെ ഓരോ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ഈ മകളുടെ ഒരു പാഷൻ ആ സമയത്ത് തോന്നിയതാണ്, എനിക്കൊരു സെക്കൻഡ് സ്റ്റഡ് കുത്തണം. മരിയൻ ഉടമ്പടി ആയിരുന്നപ്പോൾ ഈശോ അവൾക്കൊരു ബോധ്യം കൊടുക്കുകയാണ്. എന്നോട് തന്നെ ഈശോ എന്നോട് സംസാരിച്ചു, ഇത് നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത ഇത് നീ ആയിട്ട് തന്നെ അത് ഉപേക്ഷിക്കുക. അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ആധ്യാത്മിക വരൾച്ച അതുമല്ലെങ്കിൽ ഒരു ഉണങ്ങിയൊരവസ്ഥ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ്. പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരു പാഷൻ്റെ പിന്നാലെ പോയി, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ പിന്നാലെ പോയാണ്. തിരുവചനം വ്യക്തമായി ഇതിനൊരു മറുപടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാം തിരുവചനം, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. നമുക്കറിയാം, നമുക്ക് നിലനിൽക്കുന്ന ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടത്. അല്ലാത്ത നിക്ഷേപങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തുരുമ്പും കീടങ്ങളും നശിപ്പിച്ചു പോകും, നശിപ്പിച്ചു കളയും. ആ വിഡ്ഢിയായ മനുഷ്യനോട്, കളപ്പുരകൾ പൊളിച്ച് വലുതാക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ആവശ്യപ്പെട്ടാൽ ഈ ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? ഈ ഒരു ചോദ്യം നമ്മളെ നോക്കിയും ദൈവം ആവർത്തിക്കുന്നുണ്ട്. മരിയൻ ഉടമ്പടി എന്നത് സ്വർഗീയ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ദൈവിക നടപടിയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവൻ്റെ ഗതി ഇതാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വലിയ ഉപമ ഈശോ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സഹോദരിക്ക് ആ ഒരു വലിയ ബോധ്യം കിട്ടുകയാണ്. അതായത് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ബോഡിയുടെ ചിന്തകൾക്കനുസരിച്ചാണ് ഞാനൊരു തീരുമാനം എടുത്തത്, പക്ഷെ ഞാനത് ഈശോയോട് ആലോചന ചെയ്തില്ല. അപ്പോൾ തന്നെ ആ മകൾ തീരുമാനമെടുക്കുകയാണ്, എനിക്ക് സെക്കൻഡ് സ്റ്റഡ് വേണ്ട. ഞാനത് ഈശോയോട് ചോദിക്കാതെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായം 17-ാം തിരുവചനമാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ നീണ്ട 17 വർഷം നടക്കാത്ത ജർമ്മനി എന്നൊരു വലിയ സ്വപ്നമാണ് ദൈവപിതാവ് ഈ മകളുടെ
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ഈ മകൾക്ക് നടത്തി കൊടുത്തത് എന്ന് മാത്രമല്ല, വലിയൊരു സ്വർഗീയ രഹസ്യം കൂടി ഈ മകളെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് എപ്പോഴും ദൈവത്തോട് കൂടിയാലോചന നടത്തണം, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയച്ചുരുക്കത്തിലൂടെ ആത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ സ്വർഗീയ ആനന്ദത്തോടെ ജീവിക്കുവാൻ സാധിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മൾ എടുക്കുന്ന ജീവിതത്തിൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളും എല്ലാം പക്ഷെ നീ ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ, നിന്നോട് എല്ലാം ആലോചന ചെയ്തുകൊണ്ട് ദൈവഹിതം മാത്രം വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ പ്രവർത്തിക്കുവാനുള്ള വലിയൊരു അഭിഷേകം മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്നതിലൂടെ ദൈവത്തിരുസന്നിധിയിൽ കൂടുതൽ സമ്പന്നരാക്കി, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച് കൂടുതൽ സമ്പന്നരാകുവാൻ ഈശോയെ ഈ ഒരു ലിവിങ് ഓറക്കിൾസ് ശുശ്രൂഷയുടെ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക ഉൾക്കാഴ്ചയും ബോധ്യങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് ആരോമൽ, ഇതെൻ്റെ അമ്മയാണ് റീന. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യമായിട്ട് രോഗസൗഖ്യ സാക്ഷ്യമാണ് പറയാനുള്ളത്. എനിക്ക് 15 വർഷത്തിലേറെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ദഹന പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു. പയറ്, പിന്നെ പരിപ്പ്, കടല, ഗ്രീൻ പീസ് അങ്ങനത്തെ ആഹാരം കഴിക്കാൻ എനിക്ക് ഗ്യാസ് വരും. അതുപോലെ വയറ് നല്ല വേദന, വലിഞ്ഞു മുറുങ്ങുന്ന വേദന ഉണ്ടായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഉപ്പ് ഉപയോഗിച്ച് ഫലമായി ഗ്യാസും ദഹന പ്രശ്നവും എല്ലാം മാറിക്കിട്ടി. എൻ്റെ അമ്മയ്ക്ക് 23 വർഷത്തിലേറെ ശ്വാസമുട്ടുണ്ടായിരുന്നു. എനിക്ക് 27 വയസ്സുണ്ട്. എനിക്ക് 1 വയസ്സ് ആയ സമയം മുതൽ എൻ്റെ അമ്മയ്ക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇൻഹേലർ അടിക്കും. തണുപ്പാകുമ്പോഴത്തേക്ക് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഫലമായി അമ്മയ്ക്കിപ്പോൾ ശ്വാസമുട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാം ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, എൻ്റെ അച്ഛന് ജോലി ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ പരൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 8:30 ട്രെയിനാണ് അച്ഛൻ പോണത്. അപ്പോൾ തിരിച്ച് വരുന്ന 8:45 ട്രെയിനാണ് അവസാനമായിട്ടുള്ളത്. പക്ഷേ മിക്കപ്പോഴും ആ ട്രെയിൻ കിട്ടാറില്ല. പിന്നെ KSRTC ബസ്സിൽ പാരിപ്പള്ളി എന്ന ജംഗ്ഷനാണ്, പിന്നെ നാഷണൽ ഹൈവേയിലാണ് വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പാരിപ്പള്ളി വരെ 12 കിലോമീറ്ററും ഉണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ബൈക്കിലാണ് അച്ഛനെ പോയി വിളിക്കുന്നത്. ചിലപ്പം അത് 10:30 ആവാം, ചിലപ്പോൾ 11 മണിയാവാം, ചിലപ്പോൾ 12:30 പോയി അച്ഛനെ വിളിച്ചിട്ടുണ്ട്. തിരിച്ച് വരുമ്പോഴത്തേക്ക് വെളുപ്പിന് 1:30 മണിയൊക്കെ ആവും. അന്ന് തന്നെ പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും. അന്ന് രാവിലെ തന്നെ അച്ഛൻ ഫുഡ് കഴിച്ച് വീണ്ടും ജോലിക്ക് പോകും. അപ്പോൾ അച്ഛനമ്മ അവരുടെ പ്രായമൊക്കെ ആയ ആളാണ്. ഷുഗറിനും പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരുപാട് ദൈവികമായി വളരാൻ സാധിച്ചു. അത് പറയാൻ മറന്നുപോയി. അപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറി ആറ്റിങ്ങൽ സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ അവിടെ ആറ്റിങ്ങൽ ജോലി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ആ സമയം രാത്രി 7 മണി 7:30 ആകുമ്പോൾ അച്ഛൻ വീട്ടിൽ വരാമായിരുന്നു. അപ്പം ഞാൻ അവിടെയാണ് ആറ്റിങ്ങൽ കിട്ടാൻ വേണ്ടിയാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. എന്നാൽ മാതാവ് എൻ്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാറുമ്പം വർക്കൽ എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് മാതാവ് അച്ഛന് ജോലി കൊടുത്തത്. അച്ഛപ്പോൾ രാവിലെ 9:00 സ്കൂട്ടറിൽ പോകും. അത് വർക്കല വരെ പോകാൻ വേണ്ട, കുറച്ച് പോയാൽ മതി. പിന്നെ കമ്പനി വണ്ടി വന്ന് എടുക്കും. ഇപ്പോൾ അച്ഛൻ 7 മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരും. ചിലപ്പോൾ 5 മണിക്ക് വരും, ചിലപ്പോൾ 5:30 വരും. പിന്നെ അങ്ങനെ അച്ഛന് സ്ഥലം ജോലി വർക്കിലോട്ട് മാറ്റി തന്ന മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ മിക്കപ്പോഴും എനിക്ക് വിഷമം വരുമ്പോഴത്തേക്ക് രാത്രി ഞാൻ ഈശോനെ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ 2 തവണ ഈശോനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈശോ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ടും
ഒരു തവണ ഈശോൻ്റെ മുഖം ഞാൻ കണ്ടില്ല എന്നും വലത് കൈ കുരിശ് വെച്ച് മുഖം മറച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഈ കഴിഞ്ഞ ജൂണിലാണ് നടന്നത്. അത് എൻ്റെ വീട്ടിൽ ഈശോ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് സ്വപ്നത്തിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അത് ഇപ്പം ഓരോ സ്ഥലത്തായിട്ട് കൊടുക്കും. ഇപ്പം ഇന്ന് ട്രിവാൻഡ്രത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ ആശുപത്രിയൊക്കെ കൊടുക്കുന്നത്. പിന്നെ അടുത്ത തവണ വേറെ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും ഈ പത്രം എന്താണെന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ് എനിക്ക് കിട്ടിയ നിയോഗങ്ങൾ സാക്ഷ്യമെല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാർട്ട് പേഷ്യൻസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായിക്കുകയും അത് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സെത്തിന് കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ആ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് വഴി എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിപ്പിക്കാൻ പറ്റി. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ച ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ കോച്ചിങ് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനൊക്കെ പ്രായമായി ആരോഗ്യമില്ലാത്തവരൊക്കെ പൈസ വെച്ചാൽ എൻ്റെ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ വെച്ച് സഹായിക്കാറുണ്ട്. അപ്പം എല്ലാ അനുഗ്രഹവും നേടിത്തന്ന. പിന്നെ എനിക്ക് ആദ്യമൊന്നും എനിക്ക് ഇവിടെ വന്നപ്പം വിശ്വാസമൊന്നും ഉണ്ടായില്ല. അപ്പം പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾക്ക് സാധിച്ചു വന്ന്. അതുമാത്രമല്ല എനിക്ക് ദൈവത്തോട് കൂടെ അടുക്കാനായിട്ട് പറ്റി. എനിക്കിപ്പം പഴയ പോലെ സ്വഭാവം മാറി. ഒരുപാട് ഇപ്പം പാവങ്ങളെ സഹായിക്കാനായാലും എനിക്കിപ്പോൾ എല്ലാത്തിനും ഒരു മനസ്സുണ്ട്. എല്ലായിടത്തിനും ഈ കൃപാസനത്തെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും. എല്ലാ നിയോഗങ്ങളും അനുഗ്രഹം തേടി തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 37:5. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ആരോമൽ എന്ന ഈ അക്രൈസ്തവ മകനും അമ്മയും അമ്മ മാതാവിൻ്റെ ഈ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 3 സാക്ഷ്യങ്ങളാണ് പ്രധാനമായും മകൻ പങ്കുവച്ചത്. ആദ്യത്തേത് 15 വർഷത്തിലേറെയായി മകന് എന്ത് ധാന്യവർഗ്ഗങ്ങൾ കഴിച്ചാലും ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ വലിയ പ്രശ്നവും ഉദരസംബന്ധമായ വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ പല ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് മരുന്ന് കഴിച്ചിട്ട് മാറാതെ ഏറെ ദൈന്യതയിലൂടെ മകന് കടന്നുപോയതാണ് സൂചിപ്പിച്ചത്. ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് ആഹരിക്കുകയും ചെയ്തു തുടങ്ങിയതോടുകൂടി മകൻ്റെ ആ ഗ്യാസ് സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളും പൂർണ്ണമായും സൗഖ്യപ്പെടുകയും പിന്നീട് നാളിതുവരെയും യാതൊരു പ്രയാസവുമില്ലാതെ മകൻ മുന്നോട്ട് പോകുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് 25 വർഷത്തിലേറെയായി സഹോദരിക്ക് ഉണ്ടായിരുന്ന ശ്വാസമുട്ടലും ഓരോ ദിവസവും എല്ലാ ദിവസവും ഇൻഹേലർ എടുത്ത് മാത്രം മുന്നോട്ട് പോയിരുന്ന ജീവിത വിഷയവുമാണ്. അതേറെ മരുന്നും ഏറെ ഡോക്ടർമാരുടെ ചികിത്സയും തണുപ്പ് കാലത്ത് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ മകൾ അനുഭവിച്ചിരുന്നു. സഹോദരൻ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ ഉപ്പ് ആഹാരത്തിൽ ചേർത്ത് ആഹരിക്കുകയും ചെയ്തു തുടങ്ങിയതിൽ പിന്നെ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറി. ഇപ്പം ഇൻഹേലർ ഉപയോഗിക്കാതെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും നല്ല രീതിയിൽ ആരോഗ്യം പരിപാലിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുവെന്ന്. മൂന്നാമത്തത് മകൻ സൂചിപ്പിച്ചത് അപ്പച്ചൻ്റെ കാര്യമാണ്. ട്രിവാൻഡ്രത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. രാവിലെ 8:15 പോകും. രാത്രി ഏതാണ്ട് ചിലപ്പോൾ ഒരു 12-12:30 ആകുമ്പോഴായിരിക്കും വീട് വരെ എത്തിച്ചേരുക. ഇത് സുദീർഘമായ യാത്ര, വിശ്രമമില്ലാത്ത യാത്ര, രാത്രി ഉറങ്ങുവാനാവാത്ത അവസ്ഥ, അങ്ങനെ ഏറെ ക്ലേശം അപ്പൻ അനുഭവിച്ചിരുന്നു. അപ്പോഴാണ് മകൻ ഉടമ്പടിയിൽ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്, അടുത്തെവിടെയെങ്കിലും ഒന്നിത്തിരി മാറിക്കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നുവെന്ന്. അങ്ങനെയാണ് ആറ്റിങ്ങൽ എന്ന സ്ഥലം മകൻ മനസ്സിൽ കാണുകയും ചെയ്യുന്നത്. ഇടയ്ക്ക് ആറ്റിങ്ങലേക്ക് സ്ഥലം മാറ്റം കിട്ടാറുണ്ട്. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് അത് അല്പം കൂടി അപ്പന് വന്നു പോകുവാനും വിശ്രമിക്കുവാനുമുള്ള അവസരം കിട്ടുമെന്ന് കരുതി അങ്ങനെ പറയുന്നത്. മകന് പറയുന്നുണ്ട്, എന്നാൽ അമ്മ മാതാവ് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അധികം
നമ്മളെപ്പറ്റി കരുതുകയും നമുക്ക് ഉപകാരമുള്ളതിനും എത്രയോ അധികം നമുക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്യുന്നുവെന്ന മകന് പറയുന്നത്. അപ്പന് ജോലി മാറ്റിക്കിട്ടിയത് ഈ കഴിഞ്ഞ 12 വർഷമായി ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഒത്തിരി തവണ ഒരു സ്ഥലം മാറ്റം അടുത്തേക്ക് നോക്കി ഒരിക്കൽ പോലും അത് സാധിച്ചിട്ടില്ല. എന്നാൽ ഉടമ്പടി എടുത്ത് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് അപ്പച്ചന് സ്ഥലം മാറ്റം കൊടുത്തു. അത് വീടിന് തൊട്ടടുത്തുള്ള ഏതാണ്ട് 10-12 കിലോമീറ്റർ ദൂരമുള്ള വർക്കലയിലേക്ക് കൊടുത്തു. ഇപ്പോൾ രാവിലെ 9:30 പോകുന്നു, 5:30-6 മണിക്ക് തിരികെ വരുവാൻ പറ്റുന്ന രീതിയിൽ ആ ജോലിയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം ആവശ്യമായ വിശ്രമവും ക്രമീകരിച്ചു കൊടുത്തുവെന്ന. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ശുഭകരമായ ഭാവിക്ക് വേണ്ടി നമ്മളെ നിരന്തരം കരുതുന്ന, നമ്മുടെ ഏതൊരു ഭാരത്തെയും രോഗത്തെയും ഏറ്റെടുത്ത് അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് സൗഖ്യവും ആശ്വാസവും പകരുന്ന ദൈവികമായ സാന്നിധ്യത്തെയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും അടയാളപ്പെടുത്തുന്നത്. മകൻ പറയുന്നുണ്ട്, ആദ്യം താല്പര്യത്തോടു കൂടിയല്ല ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അറിഞ്ഞ സ്നേഹത്തോടു കൂടി ഉടമ്പടിയുടെ ഓരോ കാര്യവും നിർവഹിക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഡെയിലി ബ്രെഡ് കൂടുന്നതിന്, ധ്യാനങ്ങൾ കൂടുന്നതിന്, വചനം വായിക്കുന്നതിന്, അതുപോലെ മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന്, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച്, അമ്മ മാതാവിനെക്കുറിച്ച്, അമ്മ മാതാവിനോട് ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് പറയുന്നതിന് ഒന്നും ഞാൻ ഒരിക്കലും ഒരു വിമുഖതയും കാട്ടിയിട്ടില്ല. ചെറുപ്പക്കാരായ എൻ്റെ കൂട്ടുകാരോട് എനിക്കിത് പറയുന്നതിന് ഒരിക്കലും ഒരു ലജ്ജയോ ഒരു നാണമോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സന്തോഷത്തോടെ ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളിൽ നിന്നും ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉടമ്പടിയിലാണോ? ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആ തിരി കത്തിച്ചുകൊണ്ട് എന്താണോ നാം അമ്മയോട് വാക്ക് പറയുന്നത്, അമ്മയോട് പറയുന്ന വാക്ക് ജീവിക്കുവാനായിട്ട് നിരന്തരം ശ്രദ്ധിക്കുക. അത് കുറേ നമ്മുടെ ജീവിതക്രമങ്ങളെ വിശുദ്ധീകരിക്കുവാനുള്ള തിന്മയുടെ എല്ലാ ചാച്ചലുകളിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനമെടുക്കലുകളാണ്. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കുവാനുമുള്ള തീരുമാനമെടുക്കലാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ, നന്മകളാൽ നിറയുന്നതിന് വേണ്ടി, വിശുദ്ധിയിൽ വളരുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതക്രമത്തെ അത് കൂടുതൽ നന്നാക്കിയെടുക്കലാണ്. അവിടെയാണ് വിശുദ്ധ കുർബാന, അനുദിന വിശുദ്ധ ബലി, 2 ആഴ്ചയുടെ കുംഭസാരം, അനുദിന വചനപാരായണം, പ്രാർത്ഥനാപൂർവകമായ വചനപാരായണം, ഉപവാസം, ജപമാല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രസാദപരത്തിൽ അടിയുറപ്പിച്ച് നിർത്തുവാൻ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്കുകളാണ്. അതോടൊപ്പം ദൈവം എങ്ങനെയാണോ മനുഷ്യനായി പിറന്നപ്പോൾ യേശുവിലൂടെ തൻ്റെ സഹജീവികളെ കണ്ടത്, സഹായിച്ചത്, അവർക്ക് പുതിയ ആകാശവും പുതിയ സന്തോഷവും പുതിയ ജീവിതവും കൊടുത്തത്, അതിലേക്ക് ഉടമ്പടി എടുക്കുന്ന നമ്മൾ ഓരോരുത്തരും കാരുണ്യ പ്രവൃത്തികളിലൂടെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നവരാവുന്നു, നമ്മൾ ആശ്വാസം പകരുന്നവരാവുന്നു, നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി, ദൈവത്തിൻ്റെ കയ്യും കാലുമായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ ജീവിതത്തിൽ സമൂഹത്തിൽ മാറുകയാണ്. അവിടെയാണ് കാരുണ്യ പ്രവൃത്തികളുടെ വലിയ ബലം നിൽക്കുന്നത്. അതോടൊപ്പം ഞാനിവിടെ ജീവിക്കുന്നുവെങ്കിൽ, വളരുന്നുവെങ്കിൽ എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യവും. പ്രിയമുള്ളവരെ, നാം ഈ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയിൽ നിന്നും അനുഗ്രഹമായി നേടിത്തരും. 15 വർഷമായിട്ടുള്ള മകൻ്റെ ഗ്യാസിൻ്റെ വിഷയങ്ങൾ, 25 വർഷത്തിലേറെയായുള്ള അമ്മയുടെ ശ്വാസമുട്ടലിൻ്റെ രോഗം, 12 വർഷത്തിലേറെയായി എന്നും ജോലി തന്നെ ഭാരമായി തീർന്ന അപ്പച്ചൻ്റെ അലച്ചിലുകൾ എല്ലാം അമ്മ മാതാവ് ഇക്കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ ഓരോന്നും ക്രമീകരിച്ച് പൂർണ്ണമായ സന്തോഷം, ആരോഗ്യം, സമാധാനം, കുടുംബത്തിൽ കൂടുതൽ ഐക്യം, സ്നേഹം പകരുവാൻ സഹായിച്ചതിനെയാണ് ഈ മകൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അമ്മ മാതാവിലൂടെ ഇത് സാധ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.